ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ ശരവാദികൽപ്പത്തിലെ 6ാമത്തെ ഗ്രഹമന്ത്രങ്ങൾ, 508ാമത്തെ പേജ്. ഭൃഗുർഷി ഗായത്രി ഛന്ദ ഭഗവാൻ ദിവാകരോ ദേവത. മന്ത്രം ഓം ഹ്രീം ഘൃണി സൂര്യ ആദിത്യശ്രീം. ധ്യാനം ശോണാംഭോരുഹ സംസ്ഥിതം ത്രിനയനം വേദത്രയീ വിഗ്രഹം ഭാനോംഭോജയുഗാഭയാനി ദധതം ഹസ്തൈ പ്രവാളപ്രഭം കേയൂരംഗദഹാം കങ്കണധരം കർണോല്ലസത്കുണ്ടലം ലോകോൽപത്തി വിനാശ പാലനകരം സൂര്യം ഗുണാബ്ധിം ഭജേ. മന്ത്രം 10 ലക്ഷം ജപം. താമര ഇതൾ, എള്ള് എന്നിവ കൊണ്ട് 1 ലക്ഷം ഹോമം. വെള്ളത്തിൽ 1 ലക്ഷം തർപ്പണം. ബ്രാഹ്മണരെ കാൽകഴിച്ചൂട്ടുക. ആദിത്യഭഗവാൻ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ഭാവിച്ച് കൈക്കൊടുന്ന നിറയെ പൂവെടുത്ത് നിന്നുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യണം. അതിനുശേഷം പലകമേലിരുന്ന് ആദിത്യമന്ത്രം 108 ജപിക്കണം. ദിവസം ഈ വിധം പുഷ്പാഞ്ജലിയും ജപവും കഴിഞ്ഞാൽ ധനസമൃദ്ധി, വലിയ യശസ്, പുത്രസമ്പത്ത്, എല്ലാ ശാസ്ത്രങ്ങളിലെ അറിവ്, സകലവിധ ഐശ്വര്യങ്ങളും എല്ലാം സിദ്ധിക്കും. വളരെ ശ്രദ്ധയോടെ സന്ധ്യാവന്ദനം ചെയ്യുകയും ആദിത്യ ഭഗവാനെ സ്മരിച്ച് ഗായത്രി ജപിക്കുകയും ചെയ്താൽ ശുദ്ധിയായി ജീവിക്കുന്ന ശുദ്ധാത്മാക്കൾക്ക് യാതൊരു ദുഃഖം ഉണ്ടാവുകയില്ല. കുജമന്ത്രം. ഛന്ദസ് വിരൂപാർഷി ഗായത്രി ഛന്ദ ധരാത്മജാ ദേവത. ധ്യാനം ജപാഭം ശിവസ്വേദജം ഹസ്തപത്മൈർഗത ശൂലശക്തിർവരം ധാരയന്തം അവന്തീ സമുത്ഥം സുമേഷാസനസ്ഥം ധരാനന്ദനം രക്തവസ്ത്രാം സമീടെ. മന്ത്രം ഓം ഹാം ഹംസ ഖംസ. ധ്യാനത്തിൽ പറഞ്ഞ വിധം കുജവിഗ്രഹമുണ്ടാക്കി ശൈവപീഠത്തിൽ വെച്ച് പൂച്ച അവിടെ ഇരുന്ന് ഭക്തിയോടെ 6 ലക്ഷം ജപിക്കണം. കരിങ്ങാലി ചമത കൊണ്ട് ഹോമം. എല്ലാ ചൊവ്വാഴ്ചയും കുജപൂജ ചെയ്ത് എള്ളുകൊണ്ട് ഹോമിക്കാം. ശുഭകരായ സന്താനം ഉണ്ടാവുന്നതാണ്. 3 ഗുരുമന്ത്രം. ബ്രഹ്മർഷി അനുഷ്ഠുപ് ചന്ദ സുരാചാര്യോ ദേവത. ധ്യാനം രത്നാഷ്ടാ പദവസ്ത്ര രാശിമമലം ദക്ഷാത് കിരന്തം കരാദാസീനം വിപണൗ കരം നിദധതം രത്നാദിരാശൗ പരം പീതാലേപന പുഷ്പ വസ്ത്രമഖിലാലങ്കാര സംഭൂഷിതം വിദ്യാസാഗരപാരകം സുരഗുരും വന്ദേ സുവർണപ്രഭം. മന്ത്രം ബ്രും ബൃഹസ്പതയേ നമ. 80,000 സംഖ്യ ജപം. അന്നം കൊണ്ട് നെയ്യ് കൊണ്ട് ഹോമം സിദ്ധിയാകും. 1 മഞ്ഞളും കുങ്കുമവും സമം എടുത്ത് നെയ്യും ചേർത്ത് ദിവസം 120 വീതം മന്ത്രം ജപിച്ച് ഹോമിക്കണം. ഇങ്ങനെ തുടർച്ചയായി 3 ദിവസം ചെയ്താൽ ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ എന്നിവ ലഭിക്കും. ശത്രുദോഷം, രോഗം, സ്വജനങ്ങൾ തമ്മിൽ കലഹം എന്നിവയിൽ ആലിൻ്റെ ചാമത കൊണ്ട് ഹോമം. എല്ലാ ഉദരവും വേഗം മാറും. 4 ശുക്രമന്ത്രം. ബ്രഹ്മർഷി വിരാട് ചന്ദ ദൈത്യപൂജ്യോ ദേവത. ധ്യാനം ശ്വേതാംഭോജ നിഷണ്ണമാപണതടേ ശ്വേതാംബരാലേപനം നിത്യം ഭക്തജനായ സമ്പ്രദതം വാസോ അമണീൻ ഘാടകം വാമേനൈവകരണേ ദക്ഷിണകരെ വ്യാഖ്യാനം മുദ്രാങ്കിതം ശുക്രം ദൈത്യവരാർച്ചിതം സ്മിതമുഖം വന്ദേ സിതാംഗപ്രഭം. അങ്ങാടിയിൽ വെളുത്ത താമരപ്പൂവിലിരുന്ന് വെളുത്ത വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളും അണിഞ്ഞവനും ഇടത് കൈ കൊണ്ട് ഭക്തർക്ക് വസ്ത്രം, രത്നങ്ങൾ, സ്വർണം മുതലായവ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവനും വലതുകൈയിൽ ജ്ഞാനമുദ്ര ധരിച്ചവനും അശ്വശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെടുന്നവനും പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇരിക്കുന്നവനും വെളുത്ത നിറമുള്ള ശുക്രനെ ഞാൻ വന്ദിക്കുന്നു. മന്ത്രം ഓം വസ്ത്രം മേ ദേഹി ശുക്രായ സ്വഹ. മേൽപ്പറഞ്ഞ പ്രായം ശുക്രവിഗ്രഹത്തെ പൂജിച്ചിട്ട് മന്ത്രം 10,000 ജപിച്ച് എള്ളുകൊണ്ട് 1000 ഹോമിച്ചാൽ സിദ്ധി വരും. പിന്നെ മുല്ല, പിച്ചം മുതലായ സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് മന്ത്രം ജപിച്ച് വെള്ളിയാഴ്ചയിൽ 21,000 ഹോമിക്കണം. എന്നാൽ നല്ല വസ്ത്രങ്ങളും രത്നങ്ങളും ലഭിക്കുന്നതാണ്. വ്യാസമന്ത്രം. ഛന്ദസ് ബ്രഹ്മർഷി അനുഷ്ഠുപ് ചന്ദ സത്യവതി സുതോ ദേവത. ധ്യാനം വ്യാഖ്യാം മുദ്രികയ ലസത് കരതലം സദ്യോഗപീഠസ്ഥലം വാമേ ജാനുതലേ ധനാഥമപരം ഹസ്തം സുവിദ്യാനിധി വിപ്രവ്രാതവൃതം പ്രസന്ന മനസം പാധൂരുഹാഗൻ അഹങ്കദ്യുതിം പാരാശർയ മതീവ പുണ്യചരിതം വ്യാസം സ്മരത് സിദ്ധയെ. വ്യാഖ്യാന മുദ്രയിൽ യോഗപീഠത്തിന് ഇരിക്കുന്നവനും ഇടത് കാൽമുട്ടിന്മേൽ വെച്ചവനും വിദ്യാനിധിയും ബ്രാഹ്മണരാൽ ചുറ്റപ്പെട്ടവനും പ്രസന്ന ഹൃദയനും താമരപ്പൂ പോലെ വെളുത്ത ദേഹപ്രഭയോടുകൂടിയവനും ഏറ്റവും പുണ്യചരിതനുമായ ശ്രീ വേദവൃദ്ധനെ മോക്ഷത്തിനായി ഞാൻ സ്മരിക്കുന്നു. വേദവ്യാസായ നമഃ.
ഈ വിധം വിഗ്രഹമുണ്ടാക്കി 8000 ജപിക്കണം. പായസഹോമം സിദ്ധി വന്നാൽ നല്ല കവിതയും നല്ല പുത്രന്മാരും ഏത് ശാസ്ത്രം വ്യാഖ്യാനിക്കത്തക്ക പാഠവും വലിയ യശസ്സും വളരെ സമ്പദ് സമൃദ്ധി ഉണ്ടാകും. മൃത്യുഞ്ജയ മന്ത്രത്തോടുകൂടി ഈ മന്ത്രം ചേർത്ത് ജപിച്ചാൽ യാതൊരു ബന്ധദോഷങ്ങളും ബാധാദോഷങ്ങളും ഉദരങ്ങളും ഉണ്ടാകില്ല. സകല അഭീഷ്ടങ്ങളും സാധിക്കും. മന്ത്രം: കഹോള ഋഷി, ദേവി ഗായത്രി ഛന്ദ, മൃത്യുഞ്ജയ ദേവത. ഓം ജൂം സൗ വ്യാം വേദവ്യാസായ നമ. സജൂം ഓം. ആദിത്യാദി മന്ത്രം സമാപിച്ചു. നമഃ ശിവായ.